ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു മീറ്റപ്പ് വിശേഷമാണ്. അങ്ങനെ മീറ്റപ്പിന് വേണ്ടിയിട്ട് പോകാനൊരുങ്ങാണ് കേട്ടോ. ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലാണ് കേട്ടോ മീറ്റപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും പോകാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ സ്കൂൾ എന്നാണ് ഉണ്ടാക്കിയത് അന്ന് മുതൽ പഠിച്ചവർ വരെ ഉണ്ട് കേട്ടോ ഇന്നത്തെ മീറ്റപ്പിന്. എല്ലാവരും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ അമ്മായിയാൾ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മുൻപിൽ പോകുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മ വേഗം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഉമ്മാനെ വീഡിയോയിൽ പെടുത്തുക എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണ്. എൻ്റെ അനിയത്തി വെള്ളമൊക്കെ കൈ പിടിച്ചിരിക്കണം കേട്ടോ. കുട്ടികളുള്ളതുകൊണ്ട് തന്നെ അവർ ചോദിക്കുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഞങ്ങൾ പോണ സ്കൂളിൻ്റെ ഇടവഴിയാണ് കേട്ടോ ഇത് പണ്ടേ ഇങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇതിൽ എല്ലാവരും പൂർവ്വ വിദ്യാർത്ഥികളാണ് കേട്ടോ. ഇവിടെ കണ്ടിയിൽ ഒട്ടുമിക്ക ആൾക്കാരും പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ മാജിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഫുഡ് വിളമ്പുന്നുണ്ടായിരുന്നു. നല്ല നെയ്ച്ചോറും കോഴിക്കറിയായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സാളെയൊക്കെ കണ്ട് ഇഷ്മോളിങ്ങനെ അവിടെ മിഠായിയൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊരു മാഷിയായിരുന്നു കേട്ടോ. അപ്പോൾ മാഷിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഓരോരോ മൂലയിലായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം എത്രയോ വർഷത്തിന് ശേഷം കാണുന്ന കൂട്ടുകാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്കൂളിൽ എന്നാണ് തുടങ്ങിയത് അന്ന് മുതലുള്ള കുട്ടികളുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾ മീൻസ് അന്ന് പഠിച്ചവരുണ്ട് ഇവിടെ. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തേയുള്ള ജനവാതിലാണ് കേട്ടോ. അവിടെ ഞങ്ങൾ കുറേ സമയം അത് പറഞ്ഞിരുന്നു, ഈ അന്നത്തെ ഇരുമ്പിൻ്റെ പവർ പറഞ്ഞാണ്ട്. ഇത് ഞങ്ങൾ 5ാം ക്ലാസ് പഠിച്ച 5ാം ക്ലാസ്സിലത്തെ കെട്ടിടമായിരുന്നു. ഇവിടെ എനിക്ക് ഭയങ്കര നൊസ്റ്റാണ് കേട്ടോ. കാരണം ഞങ്ങളിവിടെ നല്ലോണം വികൃതിയൊക്കെ കാണിച്ചിരുന്നൊരു ക്ലാസ്സായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അന്നത്തെ ആ ഒരു ക്ലാസ് ഓർക്കുകയാണെങ്കിൽ ഇപ്പം സങ്കടമായിരുന്നു. പിന്നെ ഇഷ്മോളും അനിയത്തിൻ്റെ മോള് ഇശലുമായിട്ട് ഓരങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കണം. ഓൾക്ക് തന്നെ പണി. അനിയത്തിൻ്റെ മോള് ഓടും, ഇവള് പിന്നാലെ ഓടും. അങ്ങനെയായിട്ട് ഓരോരുത്തരായിട്ട് മിണ്ടിയും പറഞ്ഞും എല്ലാവരും കണ്ടതിൻ്റെ സന്തോഷം ഇങ്ങനെ പങ്കിടാൻ കേട്ടോ. കാരണം എത്രയോ വർഷമുള്ളവരാണ് വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ തലമുറകളായിട്ടുള്ളവരൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടാവില്ല, അവരൊക്കെ വന്നിട്ട് അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങളിങ്ങനെ കണ്ടവർ തമ്മിലുള്ള ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഓരോ ബാച്ചിലുള്ളവർ ഓരോ കൂട്ടിക്കാണ്ട് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ട്. ഓരോരുത്തർ ബാച്ചിന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ അതിൽ പെട്ടവരാണ് കേട്ടോ. നമുക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഘം വരുന്ന ടൈം പറഞ്ഞാൽ 3 മണിക്കായിരുന്നു. പക്ഷേ ലേഡീസിന് ഒരുവിധമൊക്കെ 3 മണിയൊക്കെ ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് വന്നോലാവണോണ്ട് തന്നെ അവർക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രാവിലെയൊക്കെ എത്തിപ്പെട്ടവരുണ്ട് കേട്ടോ. ഇഷ്മോളൊക്കെ അവിടെ നിന്ന് കളിക്കണം. അങ്ങനെ അവിടെ ഓരോ ക്ലാസ്സായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ പണ്ടേ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന ഞങ്ങൾ ഇപ്പോഴും ലാസ്റ്റ് കസേരയിൽ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഫ്രണ്ട്സുകളൊക്കെ ഇതേപോലെ ഓരോരുത്തർ കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിട്ട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ട് കുറേ വിശേഷങ്ങൾ. പക്ഷേ ഞങ്ങളതിൽ മുമ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിൻ്റെ ആ ഒരു ബാച്ച് ആ ടൈമിലൊക്കെ ഉള്ളവർക്ക് അധികം പറയാനുണ്ടല്ലോ. അധികം വന്നവരും തന്നെ അവരാട്ടോ. ഞങ്ങളതിലേറെ ഫ്രണ്ട്സ് വന്നത് ആ പ്രായത്തിലൊക്കെ ഉള്ളവരാണ് കേട്ടോ വന്നിരുന്നത്. അങ്ങനെ പലർക്കും പല മാറ്റം വന്നിട്ടുണ്ട്, ചിലർക്ക് മാറ്റം വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ വിശേഷങ്ങൾ കുറേ പറയാനുണ്ടാവുമല്ലോ. ഇത് ഇവിടെ പഠിപ്പിച്ചിരുന്ന മാഷന്മാർക്കുള്ള സ്നേഹോപഹാരം നൽകലായിരുന്നു കേട്ടോ. അതിനുശേഷം ഇവിടെ 70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സ്നേഹോപഹാരം നൽകലായിരുന്നു. 70 വയസ്സിന് മുകളിൽ പഠിച്ച ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് കേട്ടോ ഇതൊക്കെ. ഒരുവിധ ആൾക്കാരും ഈ പരിപാടിക്ക് വന്നിക്കണം കേട്ടോ. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സ്കൂളിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇഷ്മോൾക്കൊക്കെ ഉപ്പിലിട്ടത് വേണം, ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഞങ്ങൾ. അതിന് ശേഷം അവർ സ്കൂളിൻ്റെ പാർക്ക് തന്നെയാണ്, അപ്പോൾ അവിടെ കളിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ അനിയത്തി ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്.
ഓര് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് കൂട്ടമൊന്നും വേണ്ട കേട്ടോ. അവിടെ ഉള്ളവരാരാ അവരായിട്ട് ഓല് പെട്ടെന്ന് കൂട്ടാവും. പിന്നെ ഞങ്ങളൊരു ഫോട്ടോസും എടുക്കാറുണ്ട്, അങ്ങനെ എടുത്തതാണ്. അതിന് ശേഷം പിന്നെ നൈറ്റായിട്ടോ, നൈറ്റിലുള്ള പ്രോഗ്രാംസാണ്. നൈറ്റിൽ പൂർവ്വ വിദ്യാർത്ഥികളെ ഓരോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ടുണ്ടായിരുന്നു, പാട്ട് തന്നെയായിരുന്നു കേട്ടോ ഒരുവിധമൊക്കെ, അല്ലാതെ ഡാൻസായിട്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നും ചെയ്തേക്കണം. അങ്ങനെ ഞങ്ങൾ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അടിപൊളി പാട്ടായിരുന്നു. പാട്ട് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ പാടിയിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് പാടുന്നത്. പിന്നെ നമ്മൾ സീനിയേഴ്സും ജൂനിയേഴ്സായിട്ടും ഒട്ടുമിക്ക ആൾക്കാരും പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പിന്നെ ലേഡീസായിട്ടും കുറച്ച് കുട്ടികളൊക്കെ പാടിയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഓരോരുത്തരുടെ പാട്ടും. ഒന്നിനൊന്നും മെച്ചം പറയില്ല, അത്രയ്ക്ക് രസമുണ്ടായിരുന്നു. പിന്നെ പാട്ട് പാടാൻ കഴിയുക എന്നുള്ളത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് കേട്ടോ. എനിക്കൊക്കെ പാട്ട് പാടാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓഡിയൻസായി കണ്ടിരിക്കാനേ കഴിയുള്ളൂ. ഓരോരുത്തർ പാടുമ്പോഴും നല്ല രസമാണ് കേൾക്കാനും. അങ്ങനെ ഓരോരുത്തരുടെ പാട്ടും നമ്മളെ മനസ്സിലിങ്ങനെ രസം കൊള്ളിക്കൂട്ടോ. പിന്നെ പാട്ട് പാടാൻ ആദ്യം രജിസ്ട്രേഷൻ കഴിഞ്ഞിരുന്നു. അതിന് ശേഷം കുട്ടികളൊക്കെ വന്നിക്കാണ്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. അവർക്കൊരു പാട്ട് ഇട്ടെടുത്ത് ഓരോരോ പാട്ട് ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പും ഐറ്റംസും എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് അവർക്ക് അറിയുന്ന സ്റ്റെപ്പ് വെച്ച് കണ്ടൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത്. പിന്നെ അവർക്ക് ചാടി കളിക്കല്ലേ, ഓരോ ഇതിലായിട്ട് അവർ നല്ല രീതിക്ക് പിന്നെ സന്തോഷിച്ച് അർമാദിച്ച് കളിക്കുകയാണ്. തുള്ളി ചാടുക അറിയില്ല, അങ്ങനെയാണ് ചാടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അമ്മായി ഓരോ ഫ്രണ്ടിനെ കണ്ടതാണ് കേട്ടോ. അതിൻ്റെ സന്തോഷം പങ്കിടാനിട്ടത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതിൻ്റേതായ ഓരോരോ പറച്ചിലും ഇതൊക്കെ ഉണ്ടാവും. വന്നോരോല് തമ്മിലിങ്ങനെ പിന്നെ സംസാരിക്കണേ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോന്നു കേട്ടോ. കാരണം എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോരേണ്ടിയിരുന്നു. പിന്നെ ഇഷ്മോൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പോകുന്നത്. അവളിങ്ങനെ പറയണ്ടേ നമുക്ക് ഒക്കെ തീർന്നിട്ട് പോവാം, പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇടവഴിയിൽ പോകുമ്പോൾ നല്ല രസമുണ്ട്. അന്നിങ്ങനെ മതിലൊന്നുമില്ലായിരുന്നു, ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ പിന്നെ എടുത്ത ഫോട്ടോസ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ 4ാം ക്ലാസ്സിലത്തെ ഫോട്ടോ. പിന്നെ അത് അവിടെ എത്തിയാൽ എൻ്റെ അമ്മായി ആളൊക്കെ വന്നപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. അപ്പോൾ ഇത്ര